ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 30 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നും വളരെ സക്സസ്ഫുള്ളി നിസാർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ ഒരു നിസാർ സാറ്റലൈറ്റ്? നാസയുടെയും ISROയുടെയും ഒരു സംയുക്ത സംരംഭമാണ് നിസാർ അഥവാ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ്. ഇതൊരു എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ആണ്. GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് നിസാർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ ദൗത്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന നിസാർ. ഇതിന്റെ ഭ്രമണപഥം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം 747 കിലോമീറ്റർ അകലെയുള്ള സൂര്യ കേന്ദ്രീകൃത ഭ്രമണപഥത്തിലാണ്, അതായത് സൺ സിൻക്രണസ് ഓർബിറ്റിലാണ് ഇത് നിലയുറപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതൊരു ഇരട്ട ഫ്രീക്വൻസി റഡാറാണ്. അതിൽ L ബാൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നാസയാണ്, S ബാൻഡ് ISROയുടെയും. ഇതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. നാസയിൽ നിന്നുള്ള L ബാൻഡ് റഡാറിന് ഏകദേശം 1.257 GHz ആണ് അതിന്റെ കപ്പാസിറ്റി. ഇത് ഇടതൂർന്ന വനങ്ങളിലേക്കും മണ്ണിന്റെ പാളികളിലേക്കും തുളച്ചു കയറാനായിട്ട് കഴിയും. ഭൂമിയുടെ രൂപഭേദവും അതുപോലെ തന്നെ ഉപരിതല ചലനവും കണ്ടെത്താനായിട്ട് ഇതുവഴി സാധിക്കും. ഇനി ISROയിൽ നിന്നുള്ള S ബാൻഡ് റഡാർ 3.2 GHz ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. വിളവളർച്ച, ബയോമാസ് എസ്റ്റിമേറ്റുകൾ, ജലനിരപ്പ് തുടങ്ങിയ ഉപരിതല തലത്തിലുള്ള മാറ്റങ്ങൾ ഇത് വെച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. മേഘങ്ങൾ, പുക, സസ്യജാലങ്ങൾ എന്നിവയിലൂടെ പോലും എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും ഇമേജിംഗ് നടത്താനായിട്ട് ഈ ഇരട്ട ആവൃത്തി അല്ലെങ്കിൽ ഇരട്ട റഡാർ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ട് പല ധർമ്മങ്ങളും നിർവഹിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് പ്രകൃതി ദുരന്ത നിരീക്ഷണം. അതായത് ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും അവയുടെ ആഘാതത്തെക്കുറിച്ച് പഠിക്കാനും സഹായിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ താഴെ വരെയുള്ള വ്യതിയാനങ്ങൾ പോലും കൃത്യമായിട്ട് നിസാർ വെച്ചിട്ട് അളക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ടാണ്. മഞ്ഞുപാളികളുടെ ഉരുകൽ, വനനശീകരണം, കാട്ടുതീ എന്നിവ എങ്ങനെയാണ് കാലാവസ്ഥയെ ബാധിക്കുന്നതെന്ന് നിസാർ സാറ്റലൈറ്റ് പഠിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം. വനങ്ങളിലെ ജൈവസമ്പത്തിന്റെ അളവ്, തണ്ണീർത്തടങ്ങളിലെ മാറ്റങ്ങൾ, കൃഷിഭൂമിയിലെ വിളകളുടെ അവസ്ഥ എന്നിവ നിരീക്ഷിക്കാനും ഈ ഉപഗ്രഹം ഉപയോഗിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഡാറ്റ ശേഖരിക്കുന്നത് നോക്കാം. ഓരോ 12 ദിവസം കൂടുമ്പോഴും നിസാർ ഭൂമിയുടെ കരയെയും മഞ്ഞുപാളികളെയും നിരീക്ഷിച്ചിട്ട് ഉയർന്ന റെസൊല്യൂഷൻ ഡാറ്റ നൽകും. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് നിസാറിന് 5 മണിക്കൂറിനുള്ളിൽ തന്നെ നാശനഷ്ടങ്ങളുടെ പ്രോക്സി മാപ്പുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സാറ്റലൈറ്റ് ആണ് നിസാർ. നിസാറിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്